പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ പ്രിയരെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഹാഗറെ പുറത്താക്കുക, അല്ലെങ്കിൽ ഹാഗർ നമ്മെ പുറത്താക്കും എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഗലാത്യർക്കെഴുതിയ ലേഖനം 4:30 അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നു, തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെ മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. ഈ വചനപ്രകാരം ആരാണ് ദാസി മകനും ആരാണ് സ്വതന്ത്രയും മകനും? എന്താണ് അവകാശം? എന്തുകൊണ്ടാണ് പുറത്താക്കുവാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കാം. വാസ്തവത്തിൽ ഇവൾ ദൈവജനത്തിന്റെ മുൻപിൽ ആരാണ്? ഇത് ഗ്രഹിക്കുവാനായി ഒന്നാമതായി വിശുദ്ധ തിരുവെഴുത്ത് എന്ത് പറയുന്നുവെന്ന് നോക്കാം. അബ്രഹാമിന്റെ വംശം തന്നിലൂടെ സാധ്യമാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും തന്റെ ജീവിതത്തിൽ അസ്തമിച്ചു എന്ന് ചിന്തിച്ച സാറയുടെ ഹൃദയത്തിൽ ദൈവിക വാഗ്ദത്വങ്ങളിലുള്ള വിശ്വാസം ദുർബലമായി തീർന്നപ്പോൾ സമൂഹത്തിന്റെ സാധാരണ സംസ്കാരം ക്രമേണ അവളെ തന്റെ അടിമത്വത്തിലാക്കി. അങ്ങനെ അവൾ തന്റെ ദാസിയായ ഹാഗാറിലൂടെ തനിക്ക് ഒരു പുത്രൻ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവളെ തന്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. എന്നാൽ ഹാഗാർ താൻ ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. ഒരു ദാസിയുടെ പരിതാപകരവും പരിമിതവുമായ പരിതസ്ഥിതികളിൽ നിന്ന് ഒരു ധനാഢ്യ കുടുംബത്തിലെ അംഗമായി താൻ ഉയർത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഹാഗർ തന്റെ യജമാനത്തിക്ക് വിരോധമായി നിന്ദയും പരിഹാസവും ആരംഭിച്ചു. അതിൽ വിഷമിച്ചു പോയ സാറ തന്റെ ഭർത്താവായ അബ്രഹാമിനോട് തനിക്ക് ഭവിച്ച അന്യായത്തിനായി യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അബ്രഹാം സാറായോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്നുള്ള അബ്രഹാമിന് യഹോവയായ ദൈവം നൽകിയ വാഗ്ദത്വം അവളോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ വെച്ച് അവളെ കാണുകയും അവളെ സാറായിയുടെ ദാസിയായ ഹാഗാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട്, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം എന്നും യഹോവ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും എന്നുമുള്ള വാഗ്ദത്വം നൽകി യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. ഈ വാഗ്ദത്ത വചനം മുഖാന്തരം ഹാഗർ അവളുടെ യജമാനത്തിയുടെ അടുക്കലേക്ക് തിരികെ പോവുകയും ചെയ്തു. എന്നാൽ ഇസ്മായേലിന് 14 വയസ്സായപ്പോൾ സാറായ്ക്കും അബ്രഹാമിനും ദൈവം തന്റെ വാഗ്ദത്ത പ്രകാരം ഇസഹാക്ക് എന്ന പുത്രനെ നൽകി അനുഗ്രഹിച്ചു. എന്നാൽ ഹാഗാറിന്റെ പുത്രനായ ഇസ്മായേൽ ഇസഹാക്കിനെ പരിഹസിക്കുവാൻ തുടങ്ങി. ഇതിൽ നിന്നും ഹാഗാറിന് ദൈവത്തിന്റെ ദൂതനെ നേരിൽ കാണുവാൻ കഴിഞ്ഞുവെങ്കിലും ദൈവിക വാഗ്ദത്വം ലഭിച്ചുവെങ്കിലും അവളുടെ സ്വഭാവത്തിന് ഒരു പരിവർത്തനവും സംഭവിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. കാരണം ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തം ഭൂമി വിറയ്ക്കുകയും അതിന് സഹിച്ചുകൂടാത്തതുമാണ് എന്ന് സദൃശവാക്യങ്ങൾ 30:21-22 എന്നീ വചനങ്ങളിൽ പറയുന്നു. ഇത് ഹാഗാറിന്റെ ഹൃദയത്തിൽ ആരംഭിച്ചിരുന്നു. ഇതിൽ നിന്ന് ഹാഗാറിന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാവുന്നതാണ്. അത് നിമിത്തം വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ സ്വഭാവം തന്റെ പുത്രനിലേക്കും അവൾ എത്തിച്ചിരുന്നു. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 29:9-10 എന്നീ വചനങ്ങളിൽ, എന്നാൽ തന്റെ മിസ്രമ്യദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. സാറ തന്റെ ഭവനത്തിനുള്ളിൽ നിന്ന് തന്റെ ഹൃദയത്തിലേക്ക് വന്നെത്തുന്ന നിന്ദയും പരിഹാസവും മുഖാന്തരമുള്ള ഈർഷ്യയും പരിഭവവുമായി മുന്നോട്ടു പോകുവാനോ പരിഹാസിയോട് എതിർത്ത് നിൽക്കുവാനോ അവൾ ഒരു കുലീന സ്ത്രീ ആയിരുന്നതിനാൽ ആഗ്രഹിച്ചില്ല. ആയതിനാൽ അവൾ തന്റെ ദാസിയെ അവളുടെ പുത്രനോടൊപ്പം പുറത്താക്കി. എന്നാൽ സാറായുടെ പുത്രനായ ഇസഹാക്കിന്റെ വംശം ഈ ലോകത്ത് അടിമയാക്കപ്പെടുകയും തകർക്കപ്പെട്ട് നിലനിന്ന് വാഗ്ദത്വം പ്രാപിച്ച് സകല മാനവരാശിയുടെയും ആത്മാവിന്റെ രക്ഷാകാരണമായി തീർന്നപ്പോൾ ഹാഗാറിന്റെ വംശം ആർക്കും ഈ ലോകത്ത് നിന്ന് നശിപ്പിക്കുവാൻ സാധിക്കാത്ത വിധം സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. രണ്ടാമതായി, ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഈ തിരുവെഴുത്തുകളുടെ പ്രസക്തി എന്താണെന്ന് ശ്രദ്ധിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:25-30 വരെയുള്ള വചനങ്ങളിൽ ഹാഗാർ എന്നത് അറബി ദേശത്ത് സിനായി മലയെ കുറിക്കുന്നു എന്നും അത് ഇപ്പോഴത്തെ ജെറുസലേമിനോട് ഒക്കുന്നു എന്നും അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത് എന്നും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഇന്നും ഒപ്പം കഴിഞ്ഞുപോയ തലമുറകളിലെയും ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന സകല ജനതകളുടെയും പ്രതിനിധിയാണ് ഹാഗാർ എന്ന ദാസി. എന്തെന്നാൽ
ഈ ലോകത്ത് ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തിന്റെ ദാസത്വത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. എന്നാൽ ജഡപ്രകാരം ജനിച്ച വ്യക്തികൾ എപ്പോൾ യേശു കർത്താവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കുന്നുവോ, അപ്പോൾ മുതൽ അവർ ആത്മാവിനാൽ ഇസഹാക്കിനെ പോലെ വാഗ്ദത്വത്താൽ ജനിച്ച മക്കൾ ആകുന്നുവെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:28 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ച ഇശ്മായേൽ ആത്മാവിൻ പ്രകാരം ജനിച്ച ഇസഹാക്കിനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചവരെ ജഡപ്രകാരം മാത്രം ജനിച്ചവർ ഉപദ്രവിക്കുന്നു. എന്നാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക, കാരണം നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. എന്ന് വെച്ചാൽ നാം പാപത്തിന്റെ ദാസത്വത്തിൽ നിന്നും ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരത്രേ. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇന്നും ഒരുപക്ഷെ എല്ലാ തലമുറകളിൽ നിന്നും പാപത്തിന്റെ ദാസത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവജനത്തിന് നേരെ നിന്നയും പരിഹാസവുമായി വന്ന് അവരുടെ ഹൃദയത്തിലേക്ക് ഈർഷ്യയും കയ്പും നിറച്ച് ക്രമേണ അതിന്റെ അടിമത്വത്തിൽ ആക്കുന്ന ഹാഗാറിനെ ശ്രദ്ധിക്കുന്നില്ല. ഈ ലോകത്തിന്റെ സമൃദ്ധിയുടെ അനുഗ്രഹങ്ങളിൽ നിന്നും മുകളിലുള്ള കർത്താവിന്റെ രാജ്യത്തിലേക്കായി അല്പം പോലും ഉയർത്തപ്പെടുവാൻ സാധ്യതയില്ലാത്ത ദാസത്വത്തിന്റെ പ്രതീകമായ ഹാഗാറിനെയും പുത്രനെയും തിരിച്ചറിയുന്നതുമില്ല, അവരെ പുറത്താക്കുവാൻ സാധിക്കുന്നതുമില്ല. കാരണം ഈ ഹഗാറുമാരെ അവരുടെ പാപത്തിന്റെയും രോഗത്തിന്റെയും അന്ധകാര ശക്തികളുടെയും ദാസത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സഭാ കുടുംബത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഈ ദൈവജനം അഹോരാത്രം പ്രയത്നിച്ചിരുന്നു. അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ശ്രമിച്ചിരുന്നു. കണ്ണുനീരും ഉപവാസവും കണ്ട് മനസ്സറിയുന്ന കർത്താവ് അവരോട് ദയ കാണിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർക്ക് കുടുംബമായി, അനുഗ്രഹങ്ങളായി, ജീവിതത്തിൽ ഭൗതിക ഉയർച്ചയുടെ സാക്ഷ്യങ്ങളായി, ഹാഗാറിന് ലഭിച്ച പോലുള്ള ദർശനങ്ങളായി, ക്രമേണ അവർ ദൈവിക വാഗ്ദത്തങ്ങളുടെ പ്രചാരകരും സാക്ഷികളുമായി തീരുന്നു. എന്നാൽ ഇവർ ഹാഗാറാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുകയും ആത്മീക വാഗ്ദത്തം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള ദൈവജനത്തിന് വിരോധമായി നിന്നയും പരിഹാസവും ദോഷാരോപണവുമായി ഇറങ്ങി വരും. അതിനായി ഇവർ ദൈവവചനത്തെ ആയുധമാക്കുകയും ചെയ്യും. ഹാഗാർ തന്റെ പുത്രന് തന്റെ സ്വഭാവം കൈമാറിയതുപോലെ മറ്റുള്ളവരിലേക്ക് ആ സ്വഭാവം പകർന്നു നൽകുകയും ചെയ്യും. എന്നാൽ 70 പ്രാവശ്യം ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള പ്രയത്നത്തിൽ ഈ ദൈവമക്കൾ മുന്നോട്ടു പോകുന്നു. ഹാഗാർമാരോട് സോറി പറയുന്ന, ഹാഗാറിന്റെ നിന്ദയും പരിഹാസവും സഹിക്കുന്നവർ. എന്നാൽ ഇത് ഒരിക്കലും അവസാനിക്കുന്നതുമില്ല. ഇത് മുഖാന്തരം അനേകം ഉത്തമരായ സഹോദരിമാർ ഹാഗാർമാരുടെ കയ്യിലെ കളിപ്പാവകളായി തീരുകയും ആത്മീകമായി തളർന്നു പോവുകയും ചെയ്യുന്നു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ. ഈ സഹോദരിമാർ ആദ്യം അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാനായി നിഷ്കളങ്കമായി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു, ഒന്നും പ്രതീക്ഷിക്കാതെ. പക്ഷെ ഇന്ന് അവർ നൽകിയ കയ്പിന്റെ സങ്കടത്താൽ നിശബ്ദമായി കരയുന്നു. ആദ്യം അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതുപോലെ കഴിയുന്നില്ല. ഇതിനർത്ഥം ഇവരുടെ ഹൃദയങ്ങളിലേക്ക് വിഷം വ്യാപിച്ചു കഴിഞ്ഞു എന്നതാണ്, ആത്മീകമായി തളർന്നു തുടങ്ങി എന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സാറായെ നോക്കി പഠിക്കാം. ഇവൾ ഈ താഴേക്കിടയിലുള്ള ഈ ലോകത്തിൽ മാത്രം നോക്കി പാർക്കുന്നവളും ആത്മീക അനുഗ്രഹങ്ങൾക്കും വാഗ്ദത്വത്തിനും ഒരിക്കലും കൂട്ടവകാശി അല്ലാത്തവളുമായ ഹാഗാറിനെ പുറത്താക്കി സ്വസ്ഥമായിരുന്നു. പക്ഷെ ഇതെങ്ങനെ ഇന്ന് സാധ്യമാകും? അവരെ പ്രത്യക്ഷമായി സഭയിൽ നിന്ന് ഇറക്കി വിടുവാൻ ആർക്കും അധികാരമില്ല. അത് കൊയ്ത്തോളം വളരുക തന്നെ ചെയ്യും. എന്നാൽ നമുക്കവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കുവാൻ കഴിയും. നമുക്ക് ലഭിച്ച വാഗ്ദത്വവും ആത്മീക ജീവനും നിലനിൽക്കണം എങ്കിൽ ജഡപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട് അതിനായി മാത്രം നിലനിൽക്കുന്നവരെ ഹൃദയത്തിൽ അവർ നൽകിയ സകല കയ്പ് നിറഞ്ഞ ഫലങ്ങളോടൊപ്പം പുറത്താക്കുക. കയ്പും സങ്കടവും യേശുവിനോട് പറയുക. ആ ഹാഗാർമാരെ ഉയർത്തിയ കർത്താവ് നമ്മുടെ അകത്ത മനുഷ്യനിൽ നിന്ന് പൂർണ്ണമായി അവൾ വിതച്ച സകല ഈർഷ്യയും കയ്പും മായ്ച്ചു കളയുകയും അവളെ അല്ലെങ്കിൽ അവനെ ഹൃദയത്തിൽ നിന്നും പുറത്താക്കുവാൻ നിശ്ചയമായി നമ്മെ സഹായിക്കുകയും ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് ഒരിക്കലും കാഞ്ഞിരത്തിൻ വൃക്ഷത്തിൽ നിന്ന് മധുരഫലം തിരയരുത്, അത് വിഷഫലമാണ് എന്നും നമ്മെ ആത്മീക മരണത്തിലേക്ക് നാം പോലും അറിയാതെ എത്തിക്കുന്നതാണെന്നും മനസ്സിലാക്കണം, അറിഞ്ഞിരിക്കണം. അവർക്കായി ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിലും എത്തിച്ചേരും വിധം താഴ്ന്നു പോകരുത്.
കാരണം അവർ മാറില്ല. മാറ്റം നമ്മിൽ മാത്രമാണ്. അവരിൽ നിന്നും മനസ്സിനെ രക്ഷിക്കുക. കാണുമ്പോൾ ഒരു സ്മോൾ സ്മൈൽ മാത്രം നൽകി അവരെ വിട്ടുകളയുക. കാരണം എബ്രായർക്ക് എഴുതിയ ലേഖനം 12:15-16 അപ്പോസ്തലൻ പറയുന്നു, വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ മലിനപ്പെട്ടു പോകാതിരിക്കുവാനും ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനുമായി തീരാതിരിക്കുവാനായും കരുതിക്കൊള്ളുവിൻ. അതെ പ്രിയ സ്നേഹിതരെ, മൂന്നാമതായി ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള പ്രത്യക്ഷമായ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. ഇരുകൂട്ടരും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കൃപയാൽ വിടുതൽ പ്രാപിച്ചവർ തന്നെയാണ്. എന്നാൽ ഹാഗാർ ദൈവമായ കർത്താവ് തന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നുള്ളതല്ല, മറിച്ച് താൻ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്നതാണ് എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ ദൈവമക്കൾ ഇസഹാക്കിനെ പോലെ ദൈവിക വാഗ്ദത്വങ്ങൾക്ക് കൂട്ടവകാശികളായവർ തങ്ങളുടെ തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും പിന്നിൽ ഉപേക്ഷിച്ചതിന് ശേഷം കർത്താവിന്റെ ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കുമായി തങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സമർപ്പിച്ചവരാണ്. തന്നെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. ആയതിനാൽ പാപം അതിന്റെ ദാസത്വത്തിൽ നമ്മെ തളർത്തുന്നതിനു മുമ്പ് അവളെ അവളുടെ സകല പാപഫലങ്ങളോടൊപ്പം പൂർണ്ണമായും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കുവാൻ നമ്മുടെ നാഥനും സ്നേഹിതനുമായ യേശു കർത്താവ് നമ്മെ സഹായിക്കും. അവർ അങ്ങനെ തന്നെ തുടരട്ടെ. അതിന്റെ അവസാനത്തിൽ ഹാഗറിന്റെ കണ്ണുകളെ തുറന്ന് അവളുടെ മുൻപിൽ ജീവജലത്തിന്റെ നീരുറവ തുറന്ന ദൈവം അവരുടെയും കണ്ണുകളെ നിശ്ചയമായും തുറക്കും. യേശു കർത്താവ് എന്ന ജീവജലത്തിന്റെ നീരുറവയ്ക്ക് മുൻപിൽ എത്തിക്കും. അവർ രക്ഷിക്കപ്പെടും. അപ്പോൾ നാം പിന്നിലായി പോകാതിരിക്കുവാൻ അവരെ പൂർണ്ണമായി ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി കർത്താവായ യേശു നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയ സ്വാതന്ത്ര്യത്തെ രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.